ഡൽഹിയിൽ ചെങ്കോട്ടയിൽ സ്ഫോടനമുണ്ടാക്കിയ കാർ ഡ്രൈവ് ചെയ്തിരുന്നത് ഡോക്ടർ ഉമർ തന്നെയായിരുന്നു എന്ന് ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, കൂടുതൽ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് വന്നിരിക്കുന്നത് ഇപ്പോൾ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഇന്ന് രാവിലെ വരെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെയായി നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ കാർ ഓടിച്ചിരുന്നത് ഡോക്ടർ ഉമർ ഉൻ നബി ആണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇയാൾ ഈ കാർ സ്ഫോടനത്തെ തുടർന്ന് അയാളും പൊട്ടിത്തെറിക്കുകയാണ്, അയാളുടെ ശരീരവും പൊട്ടിത്തെറിച്ചു. ഇത് DNA പരിശോധനയിലാണ് കാർ ഓടിച്ചിരുന്നയാളെ കൃത്യമായി തന്നെ ഈ ഉമറാണ് എന്ന കാര്യത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുകയും ചെയ്തത്. ഉമറിൻ്റെ അമ്മയെ ഉൾപ്പെടെ ഈ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നാണ് ഇതിൻ്റെ DNA സാമ്പിൾ ശേഖരിച്ചിരുന്നത്. അത് ഉമർ തന്നെയാണ് ആ കാർ ഓടിച്ചിരുന്നതും ഈ ആക്രമണത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയാവുന്ന ഡോക്ടർ ഉമർ ഉൻ നബി ആണ് അന്ന് കാർ ഓടിച്ചിരുന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, അന്വേഷണ ഏജൻസികൾ ഇയാളുടെ ഫോൺ വിശദാംശങ്ങൾ, അതായത് പ്രത്യേകിച്ച് അന്ന് വൈകിട്ട് 3:19 ഈ കാർ അവിടെ ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം വൈകിട്ട് ഏതാണ്ട് 6:50 ആ കാർ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ, ഈ സമയത്തിനിടയിൽ ഇയാൾ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് ഒരു പരിശോധന നടത്തുന്നത്. കൂടുതൽ പേർ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേർ ഉണ്ടോ എന്നറിയാൻ കഴിയുക ഈ അന്വേഷണത്തിൽ ഉണ്ടാകും. ഈ ഫോൺ വിശദാംശങ്ങൾ ശേഖരിക്കുന്നതിലൂടെ ഉണ്ടാകുമെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നുണ്ട്. മറ്റൊന്ന്, 8 പേരാണ് ഇതിനിടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. ഇതിൽ 7 പേരും കശ്മീർ സ്വദേശികളാണ്. മറ്റ് 7 പേർക്ക് പുറമേ അറസ്റ്റിലായിട്ടുള്ള ഡോക്ടർ ഷൈൻ സയ്യിദാണ്. ഷൈൻ സയ്യിദ് ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ്. അങ്ങനെ 8 പേരാണ് ഇതിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഇനി അൽഫല സർവകലാശാലയിലെ തന്നെ ഡോക്ടർ നിസാർ ഉൽ ഹസൻ, അയാൾക്കായിട്ടുള്ള തെരച്ചിലും വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവരുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഈ ഡോക്ടർ ഉമറും അതോടൊപ്പം തന്നെ നേരത്തെ 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തിരുന്നത് ഡോക്ടർ മുസമ്മിൽ ഷക്കീലിൻ്റെ കാറിൽ നിന്നും അതോടൊപ്പം തന്നെ വീട്ടിൽ നിന്നുമൊക്കെയാണ്. ഡോക്ടർ മുസമ്മിലും ഡോക്ടർ ഉമറും തുർക്കിയിൽ 2022 പോയിരുന്നു എന്നതിൻ്റെ തെളിവ് ലഭിച്ചിട്ടുണ്ട്. അവിടെ ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന വിവരവും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നുണ്ട്. 30-ാം തീയതിയാണ് ഈ ഡോക്ടർ ഉമർ അവിടെ നിന്ന് ഹരിയാനയിൽ അൽഫല സർവകലാശാലയിൽ നിന്ന് മുങ്ങുന്നത്. അതിന് തലേ ദിവസമാണ് ഡോക്ടർ മുസമ്മിൽ പിടിയിലാകുന്നത്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ദിവസങ്ങളായി ഇതിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ ഒരുപക്ഷെ പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കാം ഇയാളെന്ന് വിവരം ലഭിക്കുന്നുണ്ട്. മറ്റൊരു ദൃശ്യം ലഭിച്ചിട്ടുള്ളത്, നേരത്തെ ബൽറാം പറഞ്ഞതുപോലെ ഇയാളുടെ 2 CCTV ദൃശ്യങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. ഒന്ന് കൊണാട്ട് പ്ലേസിൽ ഈ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യവും, മറ്റൊന്ന് ഈ രാംലീല മൈതാനത്തിന് സമീപം തുർക്ക്മൻ ഗേറ്റിൻ്റെ ഏതാണ്ട് എതിർവശത്തായിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളി അത് ഫൈസ് ഇലാഹി പള്ളിയാണ്. ആ പള്ളിയിലേക്ക് ഈ സ്ഫോടനം നടന്ന ദിവസം ഏതാണ്ട് ഉച്ചയ്ക്ക് 2:30 കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണുള്ളത്. 15 മിനിറ്റോളം ഈ പള്ളിയിൽ ഇയാൾ ചെലവഴിച്ചു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. തബ്ലീഗ് ജമായത്തിൻ്റേതാണ് ഈ പള്ളി. അതിനുശേഷമാണ് പുറത്തേക്ക് വരികയും പിന്നീട് ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുനേഹരി മസ്ജിദിന് സമീപം അവിടെ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്യുകയും ചെയ്തത്. അത്തരം വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫല യൂണിവേഴ്സിറ്റി 2019 ഈ സർവകലാശാലയ്ക്ക് അവിടെ തുടക്കം കുറിക്കുന്നത്. ജവാദ് അഹമ്മദ് സിദ്ദിഖി എന്നയാളാണ് അതിൻ്റെ ഡയറക്ടർ. ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി തന്നെ നേരത്തെ വഞ്ചന കേസിൽ പ്രതിയായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ ജാമിയ സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു ഈ ജവാദ് അഹമ്മദ് സിദ്ദിഖി, എഞ്ചിനീയറാണ്. അദ്ദേഹം അവിടെ വെച്ച് അൽഫല ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പേരിൽ നിരവധി പേരിൽ നിന്ന് പണം ശേഖരിക്കുകയും അത് പിന്നീട് വ്യാജ ഒപ്പിട്ട് ഈ പണം അടിച്ചു മാറ്റുകയും ചെയ്തതായി കണ്ടെത്തിയിരുന്നു. അങ്ങനെ തുടർന്ന് 3 വർഷത്തേക്ക് ഇയാളെയും സഹോദരനെയും തിഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം സമീപകാലത്ത് ഈ അൽഫല സർവകലാശാലയുടെ ഉടമസ്ഥനെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ നാക്ക് ഇയാളോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. തെറ്റായ വിവരങ്ങൾ, അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന തരത്തിൽ പ്രചരിപ്പിച്ചു എന്നതിനാണ് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. നേരത്തെ ഈ സർവകലാശാലയ്ക്ക് ലഭിച്ചിട്ടുള്ള പല അംഗീകാരങ്ങളും 1 വർഷം മുമ്പ്
റദ്ദായതാണെന്നും അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. വാർത്താമുറിയിൽ നിന്നും ദിലീപ് കുമാർ ചേരുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.